മഴക്കാലം തുടങ്ങിയതോടെ പല തീരദേശ മേഖലകളിലും പ്രതിസന്ധികളാണ്. അതിലെടുത്തു പറയേണ്ടത് വലിയതുറയ്ക്കടുത്തുള്ള കൊച്ചുതോപ്പിനെക്കുറിച്ചാണ്. ഈ പ്രദേശത്തുള്ള പല വീടുകളും കടലെടുത്തു കഴിഞ്ഞു. എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും ചോദിക്കുകയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. ഇവരുടെ ആശങ്ക എത്രത്തോളം ഉണ്ടെന്ന് പ്രദേശത്ത് അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ തന്നെ വ്യക്തമാക്കും. വലിയതുറ, കൊച്ചുതോപ്പ്, ജൂസ റോഡിനും ലേന റോഡിനും മധ്യേ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. ഇന്നിവർ ജീവിക്കുന്നത് വലിയ ആശങ്കയോടെയാണ്. ഏതു നിമിഷവും ജീവനും സമ്പാദ്യവും കടലെടുക്കാം. ഇവിടെ ഒരു കല്ലെടുക്കോ ഒന്നെങ്കിലും വന്നിരുന്നെങ്കിൽ ഈ ജനങ്ങൾ ഈ വീടും കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു. ഇത് പണിയുന്ന സമയവും കുറേ അകലെയായിരുന്നു, നല്ല അകലെയായിരുന്നു, 100 മീറ്റർ കൂടുതൽ അകലെയായിരുന്നു ഈ കടൽ. ഇപ്പോഴും ഒരുപാട് കടൽ കയറി കഴിഞ്ഞു. ഇനി ഈ വീടുകളെല്ലാം ഭയമായി പോകും. കൊച്ചുതോപ്പ് നിവാസിയായ സാജനും പറയാനുള്ളത് ഇതേ ദുരിതകഥ. കഴിഞ്ഞ 4 ദിവസത്തിൽ സാജന്റെ വീടിന്റെ പകുതി ഭാഗവും കടലെടുത്തു. താമസയോഗ്യമല്ലാതായി. ഒരു ജീവിതകാലം കൊണ്ട് അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. പോകാൻ മറ്റിടമില്ലാത്തതിനാൽ വീടിനോട് ചേർന്ന് ഒരു ഷെഡ് കെട്ടിയാണ് താമസം. ഞാൻ വൈഫ് ഇവിടെ ഉണ്ട്, വീട്ടിൽ തന്നെ. പിന്നെ പോന്നെങ്കിൽ ഒരുമിച്ച് പോട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ മക്കള് കാര്യം ആലോചിച്ച് അവരിത് കാണുമ്പോൾ പേടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കാണാതെ ക്ലാസ്സിൽ വിടും. ക്ലാസ്സിലെങ്കിലും ഒന്ന് സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അവരെ ക്ലാസ്സിലോട്ട് വിടുന്നത്. തീർച്ചയായിട്ടും ഒരു അപകടത്തിൽ ഇനിയിപ്പോൾ ഇതിൽ എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല. കടൽ ഭിത്തി നിർമ്മാണമാണ് പ്രശ്നപരിഹാരമായി മുന്നോട്ട് വയ്ക്കുന്നത്. കാലവർഷത്തിന് മുന്നേ തന്നെ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ പല വീടുകളും ഇന്ന് കടലെടുക്കില്ലായിരുന്നു. ഇവിടെ അവർ 2 വർഷം കൊണ്ട് ഇത്രയും ഭാഗം തുരന്ന് കയറിക്കൊണ്ടാണ് കടലിങ്ങോട്ട്. അതാണ്ട് ജൂസ റോഡ്, കൊച്ചുതോപ്പ് ജൂസ റോഡ് ആ ഭാഗം വരെ കല്ലുണ്ട്. തോപ്പിലാണെങ്കിൽ ലേന റോഡ് വരെ കല്ലുണ്ട്. ഇതിന് ഇടയ്ക്ക് അത്രയും ഭാഗം കല്ലടിക്കാത്തതുകൊണ്ട് കടൽ 2 വർഷം തുരന്നേറി ഇത്രയും വീട് പോയിരിക്കുന്നു. 5 വരി വീട് പോയി. അടുത്ത ആഴ്ച ആകുമ്പോൾ ഇത് 2 വീട് പോകും. ഇവരിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കടൽ ഭിത്തി തന്നെ പരിഹാരം. കടൽ ഭിത്തി വെച്ചാൽ ഇത് കുറച്ച് പിടിച്ചു നിർത്താം. ഒരു കാലത്ത് ഈ കടൽ ഇവർക്ക് അനുഗ്രഹമായിരുന്നു, ജീവനോപാധിയായിരുന്നു. ആ കടൽ തന്നെ തങ്ങളുടെ ജീവനും ജീവിതവും എടുക്കുമെന്ന് ഈ പച്ചയായ മനുഷ്യർ ചിന്തിച്ചു കാണില്ല. ഇത് കൊച്ചുതോപ്പിലെ സാജന്റെ വീടിന്റെ മാത്രം അവസ്ഥയല്ല. ഭീതിയില്ലാതൊന്നുറങ്ങിയിട്ട് കാലങ്ങളായെന്ന് ഇവിടുത്തുകാർ പറയുന്നു. സ്വന്തം കിടപ്പാടം ഇങ്ങനെ കടലെടുത്തു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മനുഷ്യർ. ക്യാമറമാൻ അഭിജിത്ത് AS-നോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.